ആലപ്പുഴ തലവടിയിൽ വെള്ളപ്പൊക്കത്തിൽ വീടുകളിൽ കുടുങ്ങിക്കിടന്നവരെ പോലീസും ജനപ്രതിനിധികളും ചേർന്ന് പുറത്തെത്തിച്ചു. പമ്പയാറ് കരകവിഞ്ഞാണ് ഈ വീടുകളിലൊക്കെ വെള്ളം കയറിയത്. നീരേറ്റ് പുറത്ത് വീട്ടിൽ കുടുങ്ങിപ്പോയ രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തലവടി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ പമ്പയാറ് കര കവിഞ്ഞ് ഈ തീരപ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകൾ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി അവിടെ കുടുങ്ങിയ ആളുകളെ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രോഗിയടക്കമുള്ള ആളുകൾ ഈ ഭാഗത്ത് കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. രോഗിയെ അടക്കം ആശുപത്രിയിലേക്ക് വേഗത്തിൽ കൊണ്ടുപോകുന്നതിനുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആംബുലൻസുകളടക്കം സജ്ജമാക്കി ഈ ഭാഗത്ത് ഈ പമ്പയാറിൻ്റെ കര കവിഞ്ഞൊഴുകി വീടുകളിലേക്ക് വെള്ളം കയറിയ ആ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ, പ്രത്യേകിച്ച് ഒരു രോഗിയെ അടക്കമാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം സാധ്യമാക്കി ഈ പ്രത്യേക ജീപ്പിൽ ഇവിടേക്ക് എത്തിക്കുകയും പിന്നീട് ആംബുലൻസിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ആ രക്ഷാപ്രവർത്തനമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് തലവടി പാലത്തിന് സമീപമുള്ള പമ്പയാറ് കരകവിഞ്ഞ് വീടുകളിലേക്കടക്കം നിരവധി വീടുകൾ ഈ ഭാഗത്തുണ്ട്. ഈ വീടുകളിലേക്കടക്കം വെള്ളം കയറുന്നു. ഈ ഭാഗത്തുള്ള ആളുകളെയെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ബന്ധുവീടുകളിലേക്കടക്കം ആളുകൾ പോയിരിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകൾ പോയിരിക്കുന്നു. ബാക്കിയുണ്ടായിരുന്ന അവിടെ കുടുങ്ങിക്കിടന്ന ആളുകളെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തി മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു ശാരീരിക അസ്വസ്ഥ്യമുണ്ടായ രോഗിയെ അടക്കം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ വളരെ വേഗത്തിൽ ഇവിടെ ഈ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ, ഈ വീടുകളിലുള്ള അകപ്പെട്ടു പോയ, പുറത്തേക്ക് പോകാൻ സാധിക്കാതെ വന്ന അത്രയും വെള്ളം, ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പമ്പയാറിൻ്റെ തീരമാണ്. പമ്പയാറ് കര കവിഞ്ഞ് വിവിധ മേഖലകളിലേക്ക്, വിവിധ വീടുകളിലേക്ക്, വിവിധ പ്രദേശങ്ങളിലേക്കെല്ലാം ആളുകൾ കൂടുതലായി കയറിയിട്ടുണ്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഒക്കെ ദുരിതം ആളുകൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തുനിന്നുള്ള ആളുകളെ രക്ഷപ്പെടുത്തി പരമാവധി വേഗത്തിൽ തന്നെ പുറത്തേക്ക് എത്തിക്കുകയാണ്. രോഗികളെ ശ്രമകരമായ വളരെ വേഗത്തിലുള്ള ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം ഈ ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആൾക്ക് നെഞ്ചുവേദനയൊക്കെ ആയിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. എന്നിട്ടും ഇന്നിച്ചിരി ക്രിട്ടിക്കലായിരുന്നു. ഇതിലേക്ക് കയറ്റാൻ തന്നെ പാടായിരുന്നു. നമ്മൾ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു, ഒരുപാട് ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ആളെ നമ്മുടെ വണ്ടിയിൽ കയറ്റി എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ ഇതേപോലെ അറിയിച്ചതിന് പ്രകാരം പോയതാണ്. ഇല്ല, മറ്റു വീടുകളിൽ നിന്നൊക്കെ ഏകദേശം ക്യാമ്പിലേക്കൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും കുറച്ചധികം കൂടെ ആൾക്കാരുണ്ട്, അവർ പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട്.